നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. ചേർത്തല നിയോജക മണ്ഡലത്തിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 3ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ മുഖ്യപ്രഭാഷണം നടത്തി. പുന്നപ്ര സാഗര സഹകരണ ആശുപത്രിയിൽ എച്ച് സലാം MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വയോജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അർബുദ ചികിത്സാ രംഗത്ത് വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ കമ്പനി വിലയ്ക്ക് രോഗികൾക്ക് ലഭ്യമാക്കുന്ന ജില്ലയിലെ ഏക കൗണ്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത്. വണ്ടാനം ആശുപത്രിയിൽ നടന്ന ചടങ്ങ് എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടിയും നേത്രദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. ചേർത്തല നിയോജക മണ്ഡലത്തിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 3ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ മുഖ്യപ്രഭാഷണം നടത്തി. ചേർത്തല നിയോജക മണ്ഡലത്തിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 3ാം ഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. മഹാരാഷ്ട്രയിലെ പൽഗാറിലെ വദ്വൻ പോർട്ടിന്റെയും മറ്റ് ഫിഷറീസ് പദ്ധതികളുടെയും ഉദ്ഘാടനത്തിനൊപ്പമാണ് അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തി. സർക്കാരിന്റെ അഭിമാനകരമായ നേട്ടമാണ് അർത്തുങ്കൽ ഹാർബർ പദ്ധതിയെന്ന് ഹാർബർ പരിസരത്ത് നടന്ന പ്രാദേശിക ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഓൺലൈനായി പങ്കെടുത്ത ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഹാർബർ നിർമ്മാണത്തിന്റെ 30% പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതുന്നത്. പദ്ധതിയിൽ ഉൾപ്പെട്ട ലോക്കർ മുറികൾ, ടോയ്ലറ്റ്, ഐസ് പ്ലാന്റ് എന്നിവ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ, വൈസ് പ്രസിഡന്റ് നിബു S പത്മം, വാർഡ് മെമ്പർ ജയറാണി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെന്നി വില്യം, നബാർഡ് DDM TK പ്രേംകുമാർ, തീരദേശ വികസന കോർപ്പറേഷൻ ബോർഡ് അംഗം PI ഹാരിസ്, ഹാർബർ എഞ്ചിനീയറിംഗ് മധ്യമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ MT രാജീവ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വപ്ന, BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU പ്രതിനിധി CC ഷിബു, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ചേർത്തല തെക്ക് കമ്മിറ്റി പ്രതിനിധി നെൽസൺ പീറ്റർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രതിനിധി ജാക്സൺ പൊള്ളയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അവിടുത്തെ അതിൻ്റെ പ്രത്യേകതകളെല്ലാം ആ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വലിയ പ്രയാസങ്ങളുണ്ടാകും എന്ന് ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭ തന്നെ മുൻകൈയെടുത്ത് രൂപീകരിച്ചിരിക്കുന്ന ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന സംവിധാനമുണ്ട്. IPCC ലോകരാജ്യങ്ങളിലെ പ്രമുഖരായ ഈ മേഖലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ്. IPCC റിപ്പോർട്ടുകൾ ഇടയ്ക്കിടയ്ക്കെല്ലാം അവർ പുറത്തുവിടാറുണ്ട്. ഒരു റിപ്പോർട്ടിൽ അവർ കൊച്ചിയെ പ്രതിപാദിച്ചിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളറകളിലേക്ക് നോക്കുമ്പോഴാണ് അത് കൊച്ചിക്ക് മാത്രമായി പറഞ്ഞിരിക്കുന്നതല്ല എന്നും നമ്മുടെ ചേർത്തല അല്ലെങ്കിൽ ഈ മേഖലയെല്ലാം അതിൽ പരാമർശ വിധേയമാകുന്നു, ആ ഭൂഭാഗങ്ങൾ അതിൽ പരാമർശ വിധേയമാകുന്നു എന്നും മനസ്സിലാവുന്നത്. നമ്മുടെ തീരം സുരക്ഷിതമല്ല എന്നാണ് അതെല്ലാം പറയുന്നത്. പുന്നപ്ര സാഗര സഹകരണ ആശുപത്രിയിൽ എച്ച് സലാം MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. സാഗര സഹകരണ ആശുപത്രിയിൽ എച്ച് സലാം MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ച് സ്ഥാപിച്ച 2 ഡയാലിസിസ് യന്ത്രങ്ങളുടെയും അമ്പലപ്പുഴ കുടുംബവേദി സാംസ്കാരിക സംഘടന സൗജന്യമായി അനുവദിച്ച 2 ഡയാലിസിസ് യന്ത്രങ്ങളുടെയും പ്രവർത്തന ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു.
അങ്ങനെ പോയി ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായൊരു തകർച്ച താങ്ങാൻ കഴിയുന്ന ഒരു തകർച്ചയല്ല. ആകെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ആ വരുമാനം കൊണ്ട് അതിന് ജീവിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു കുടുംബത്തിന് ഇതുപോലെ അഡീഷണലായി ഒരാഴ്ചയിൽ ഒരു 4,000-5,000 രൂപ ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യം വരിക എന്ന് പറയുന്നത് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെയെല്ലാം ഒരു കുടുംബത്തിന് ഒരു വലിയ പ്രയാസമാണ് സംഭവിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ മാക്സിമം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ്. ഡോക്ടർ ഗോപന്റെ നേതൃത്വത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. അവിടെ പക്ഷേ സ്ഥിരമായ ഡയാലിസിസ് കുറച്ച് മറ്റു സ്ഥലത്തേക്ക് പോകാൻ ഒരു ടൈം കഴിയുമ്പോൾ അയക്കും. കാരണം ആശുപത്രി വിശ്രമ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ എൻ അരുൺ അധ്യക്ഷനായി. കുടുംബവേദി ചെയർമാൻ ആർ ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബവേദി അംഗങ്ങളായ സി രാധാകൃഷ്ണൻ, ഡോക്ടർ റോയ് ബി ഉണ്ണിത്താൻ, ദേവരാജൻ, കെ ചന്ദ്രമോഹൻ നായർ, രാജൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ പി ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ടി കെ ഗോപാലകൃഷ്ണൻ നായർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് അസോസിയേറ്റ് എന്നീ ട്രേഡുകളുടെ ആഭിമുഖ്യത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. എച്ച് സലാം MLA സ്കിൽ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദീർഘവർഷമെടുത്ത് പണം ഉൾപ്പെടെ മുടക്കി നമ്മൾ കഠിനാധ്വാനം ചെയ്ത് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് പാകമായ ജോലി ചെയ്യാം എന്ന് മെജോറിറ്റി ആളുകളും തീരുമാനിക്കപ്പെടുന്നില്ല കേരളത്തിൽ നിന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും വളരെ താഴെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പ്രാപ്തമായൊരു ജോലി അത് മതി എനിക്ക് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടയാണ്. അപ്പൊ നമ്മൾ പണം മുടക്കൽ മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു യോഗ്യതയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പണം മുടക്കുന്നുണ്ട്, രാജ്യം പണം മുടക്കുന്നുണ്ട്, സമൂഹത്തിന്റെ ആകെ പണം നമുക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നുണ്ട്. ആ ചെലവഴിക്കപ്പെടുന്നതെല്ലാം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ രതീഷ്, അമ്പലപ്പുഴ BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ AG ജയകൃഷ്ണൻ, സ്കൂൾ HM വി ഫാൻസി, കമാൽ M മാക്കിയിൽ, സി രാധാകൃഷ്ണൻ, സ്കിൽ സെന്റർ കോർഡിനേറ്റർ നസീം ഷാ എന്നിവർ സംസാരിച്ചു. VHSS പ്രിൻസിപ്പാൾ മേരി ഷീബ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വയോജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വയോജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിക്കണമെന്നാവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. അമ്പലപ്പുഴ BSNL ഓഫീസിന് മുന്നിലാണ് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. മുല്ലയ്ക്കൽ AVG ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു. മാർച്ചിനെ തുടർന്ന് BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലി അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടന സംസ്ഥാന ഭാരവാഹികൾ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രിയെയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും എല്ലാം കണ്ട് കേരളത്തിലെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നുള്ള ചില നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുകയുണ്ടായിരുന്നു. ആ സമർപ്പിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള വയോജനങ്ങളുടെ ധർണകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിലുണ്ടായിരുന്ന അവകാശാനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന നടപടികളാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അധികാരികൾ തുടർന്നു വരുന്നത്. നമുക്കറിയാം 2020 മാർച്ച് മാസം 20 വരെ ഇന്ത്യ രാജ്യത്ത് വയോജനങ്ങൾക്ക് തീവണ്ടികളിൽ യാത്ര ചെയ്യാനുണ്ടായിരുന്ന യാത്രാ ഇളവുകൾ നിഷേധിച്ചിരിക്കുകയാണ്.
വരികയാണ്. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ ധർണയിൽ അധ്യക്ഷനായി. അജയ് സുധീന്ദ്രൻ, NS ജോർജ്, G മോനി, ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. അർബുദ ചികിത്സാ രംഗത്ത് വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ കമ്പനി വിലയ്ക്ക് രോഗികൾക്ക് ലഭ്യമാക്കുന്ന ജില്ലയിലെ ഏക കൗണ്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത്. വണ്ടാനം ആശുപത്രിയിൽ നടന്ന ചടങ്ങ് H സലാം MLA ഉദ്ഘാടനം ചെയ്തു. അർബുദ ചികിത്സാ രംഗത്ത് വിലകൂടിയ മരുന്നുകൾ ഇടനിരക്കാരില്ലാതെ കമ്പനി വിലയ്ക്ക് രോഗികൾക്ക് ലഭ്യമാക്കുന്ന ജില്ലയിലെ ഏക കൗണ്ടറിന്റെ പ്രവർത്തനത്തിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കണത്തിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിലാണ് സീറോ കാരുണ്യ സ്പർശം എന്ന പേരിൽ സീറോ പ്രോഫിറ്റ് കൗണ്ടറിന് തുടക്കം കുറിച്ചത്. H സലാം MLA ആലപ്പുഴയിലെ കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. 2% സേവന ചെലവ് മാത്രം ഈടാക്കി KMSCL-ന് ലഭിക്കുന്ന 5 മുതൽ 7% വരെയുള്ള ലാഭം പൂർണ്ണമായും ഒഴിവാക്കി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി 14 ജില്ലകളിലും നടപ്പിലായി. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ഉയർന്ന വിലയുള്ള ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കും. നിലവിൽ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന എല്ലാ കാരുണ്യ ഫാർമസികളിലുമായി 250ഓളം ബ്രാൻഡഡ് ഓങ്കോളജി മരുന്നുകൾ ലഭ്യമാണ്. ഇവയെല്ലാം തന്നെ ഈ കൗണ്ടറുകളിലൂടെ കുറഞ്ഞ വിലക്ക് ലഭ്യമാകും. ക്യാൻസർ ചികിത്സാ ചെലവ് ചുരുക്കുന്നതിൽ രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഒരു ചുവടുവയ്പായി ഇത് മാറുമെന്ന പ്രതീക്ഷ പങ്കുവെക്കട്ടെ. അർബുദ ചികിത്സക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ രോഗികൾക്ക് ലഭ്യമാകുമെന്നതാണ് ഇതിന്റെ സവിശേഷത. 2% സേവന ചെലവ് മാത്രം ഈടാക്കിക്കൊണ്ടും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലഭിക്കുന്ന ലാഭം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുമാകും ഈ കൗണ്ടറുകൾ പ്രവർത്തിക്കുക. 26% മുതൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. വിപണി വിലയിൽ നിന്ന് 26 മുതൽ 96% വരെയാണ് അർബുദരോഗ ചികിത്സയ്ക്കാവശ്യമായ മരുന്നുകൾ ഇവിടെ നിന്ന് ലഭ്യമാവുക. ഇതോടെ 1.73 ലക്ഷം രൂപ വില വരുന്ന മരുന്ന് 11,892 രൂപയ്ക്കും 2,511 രൂപ വിലയുള്ള ഇഞ്ചക്ഷൻ മരുന്നിന് 96 രൂപയ്ക്കും ലഭ്യമാകും. മരുന്നിന്റെ ആദ്യ വിൽപ്പനയും അമ്പലപ്പുഴ MLA H സലാം നിർവഹിച്ചു. കാരുണ്യ അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വെയർഹൌസ് മാനേജർ സാമസ് ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. വെയർഹൌസ് ഫാർമസിസ്റ്റ് മുരളികുമാർ, വണ്ടാനം കാരുണ്യ മാനേജർ PT ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടിയും നേത്രദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടത്തി. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടിയും നേത്രദാന ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ബിനു ഐസക് രാജു നിർവഹിച്ചു. തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അജയ്കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഡെപ്യൂട്ടി ഡിമോയും ജില്ലാ അന്ധത നിയന്ത്രണ പരിപാടി നോഡൽ ഓഫീസറുമായ ഡോക്ടർ അനു വർഗീസ്, ദേശീയാരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി C പണിക്കർ, ജില്ലാ ഒഫ്താൽമിക് സർജൻ ഡോക്ടർ VS സുനിത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ ഒഫ്താൽമിക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിൽ 225 പേർ പങ്കെടുത്തു. പങ്കെടുത്തവർക്കുള്ള തുടർ ചികിത്സയും മറ്റ് സേവനങ്ങളും ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗത്തിൽ ലഭ്യമാകും. നേത്രദാനം മഹാദാനം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം തകഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയചന്ദ്രൻ കല്ലങ്കശ്ശേരി നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർത്തല നിയോജക മണ്ഡലത്തിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 3ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ മുഖ്യപ്രഭാഷണം നടത്തി. പുന്നപ്ര സാഗര സഹകരണ ആശുപത്രിയിൽ H സലാം MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H സലാം എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വയോജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
അർബുദ ചികിത്സാ രംഗത്ത് വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ കമ്പനി വിലയ്ക്ക് രോഗികൾക്ക് ലഭ്യമാക്കുന്ന ജില്ലയിലെ ഏക കൗണ്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത്. വണ്ടാനം ആശുപത്രിയിൽ നടന്ന ചടങ്ങ് എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടിയും നേത്രദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടത്തി. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.